ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേസിക് കമ്പ്യൂട്ടർ ഓർഗനൈസേഷനെ പറ്റിയിട്ടാണ്. ഇത് മൊഡ്യൂൾ 3 ആണ് കേട്ടോ. മൊഡ്യൂൾ 3 ആണ്. നിങ്ങൾ പല ടൈപ്പ് കമ്പ്യൂട്ടേഴ്സ് കണ്ടിട്ടുണ്ടാവും അല്ലേ? ഡെസ്ക്ടോപ്പ് കണ്ടിട്ടുണ്ടാവും, ലാപ്ടോപ്പ് കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് കാണാം, അല്ലെങ്കിൽ നിങ്ങൾ ടാബ്ലറ്റ്സ് കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ നമുക്കൊരു കമ്പ്യൂട്ടറായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം ആണല്ലോ. നോക്കി, അതിൻ്റെ പലതിനും പല ഷേപ്പായിരിക്കും, പല സൈസായിരിക്കും, അതിൻ്റെ പെർഫോമൻസിന് ഡിഫറൻസ് ഉണ്ടാവാം, അതിൻ്റെ കോസ്റ്റിൽ ഡിഫറൻസ് ഉണ്ടാവാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അതിൻ്റെ ബേസിക് ലോജിക്കൽ സ്ട്രക്ചർ എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. എന്താണ് ബേസിക് ലോജിക്കൽ സ്ട്രക്ചർ എപ്പോഴും എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. പിന്നെ ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് എന്ന് പറഞ്ഞേക്കുന്ന ഒരു കൺസെപ്റ്റ് ഫോളോ ചെയ്തിട്ടായിരിക്കും. എന്താണ് സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് എന്ന് പറഞ്ഞേക്കുന്ന കൺസെപ്റ്റ് ഫോളോ ചെയ്തിട്ടായിരിക്കും. ഇതിനെല്ലാം ബേസിക് ലോജിക് സ്ട്രക്ചർ സിമിലർ ആയിരിക്കും. ഇതെല്ലാം വർക്ക് ചെയ്യുന്നതാണ് സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് എന്നുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ടാണ്. ഈ ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് പ്രപ്പോസ് ചെയ്തേക്കുന്ന ഒരു സയൻറ്റിസ്റ്റാണ് വോൺ ന്യൂമാൻ എന്ന് പറഞ്ഞേക്കുന്ന സയൻറ്റിസ്റ്റാണ് ആണല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു കൺസെപ്റ്റിനെ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ എന്ന് പോലും വിളിക്കാറുണ്ട്. അത് ഇതുവരെ എന്താണ് നമുക്കത് ചേഞ്ച് ചെയ്തില്ല. അപ്പോൾ ഇതെല്ലാം കമ്പ്യൂട്ടേഴ്സും വർക്ക് ചെയ്യുന്ന എന്തിനെ ബേസ് ചെയ്തുകൊണ്ട് സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് എന്നുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ടാണ്. ഇനി എന്തായിരിക്കും സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് എന്നാണ്? സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് ഇത്രയേ പറയുന്നുള്ളൂ. നമ്മളൊരു പ്രോഗ്രാം നിങ്ങൾ ഡെവലപ്പ് ചെയ്തു, അപ്പോൾ ആ പ്രോഗ്രാമും അതിന് എന്തെങ്കിലും ഡാറ്റ ആവശ്യമുണ്ടെങ്കിൽ ആ ഡാറ്റാസ് നമുക്ക് എന്ത് ചെയ്ത് വെക്കാം? സേവ് ചെയ്ത് വെക്കാം, സ്റ്റോർ ചെയ്ത് വെക്കാം. സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് സിസ്റ്റം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രോസസ്സർ എന്താണ് ഓരോ ഇൻസ്ട്രക്ഷനെ എന്ത് ചെയ്യും? റീഡ് ചെയ്യും, അതിനെ ഡീകോഡ് ചെയ്യുക മീൻസ് എന്താണ്? അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യും അത് എന്ത് ഇൻസ്ട്രക്ഷൻ ആണെന്നല്ല, എന്നിട്ട് അതിനനുസരിച്ച് എന്താണുള്ള ഓപ്പറേഷൻസ് നടത്തും ആണല്ലോ. അപ്പോൾ ഇതാണ് സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ആ റീഡ് ചെയ്ത ഇൻസ്ട്രക്ഷൻ എന്താണ്? 2 നമ്പേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്യാനാണെങ്കിൽ ആ ഓപ്പറേഷൻ നടത്തും ആണല്ലോ. അപ്പോൾ ഓർത്തിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. പിന്നെ നമ്മളെ കമ്പ്യൂട്ടർ ഏത് സൈസിലാണെങ്കിലും ഷേപ്പിലാണെങ്കിലും അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെങ്കിലും ഒരു ബേസിക് കമ്പ്യൂട്ടർ സിസ്റ്റം ഒരു 5 ഫങ്ഷൻസ് എന്ത് ചെയ്യണം? പെർഫോം ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? നമ്മൾ കൊടുക്കുന്ന ഡാറ്റ അല്ലെങ്കിൽ പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്ത് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷനായി കൺവേർട്ട് ചെയ്യാനും അതൊരു യൂസറിന് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കിയാൽ ഒന്ന് വായിച്ച് നോക്കാം നമുക്ക്. All the computer system perform the following 5 basic function for converting the raw input data into useful information and present it to a user ആണല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം താഴെ പറയുന്ന 5 ഫങ്ഷൻസും പെർഫോം ചെയ്തിരിക്കണം. ഏതൊക്കെയാണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻപുട്ടിങ്, സ്റ്റോറിങ്, പ്രോസസ്സിങ്, ഔട്ട്പുട്ടിങ് ആൻഡ് കൺട്രോൾ ആണല്ലോ. 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. എന്താണ് ഇൻപുട്ടിങ്? ഇൻപുട്ടിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എൻറ്ററിങ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ഇൻ ടു എ കമ്പ്യൂട്ടർ സിസ്റ്റം. വളരെ സിമ്പിളാണ് കാര്യം പറഞ്ഞേക്കുന്നത്. എന്താണ്? സിമ്പിളായിട്ടാണ് പറഞ്ഞേക്കുന്നത്. എന്താണ് ഇൻപുട്ടിങ് എന്ന് പറഞ്ഞേക്കുന്നത്? നമുക്ക് വേണ്ട ഡാറ്റയും ഇൻഫർമേഷൻസിനെയും നമ്മളെന്ത് ചെയ്യുക? അതിലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുക. കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുന്നതിനാണ് എന്ത് പറഞ്ഞേക്കുന്നത്? ഇൻപുട്ടിങ് എന്ന് പറഞ്ഞേക്കുന്നത്. ദെൻ സ്റ്റോറിങ്. എന്താണ് സ്റ്റോറിങ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സേവിങ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ടു മേക്ക് ദം റെഡിലി അവൈലബിൾ ഫോർ ഇനീഷ്യൽ ഓർ അഡീഷണൽ പ്രോസസ്സിങ് ആസ് ആൻഡ് വൺ റിക്വയർഡ്. സ്റ്റോറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻപുട്ടിങ് വഴി നമ്മളെന്താണ് ഡാറ്റയും ഇൻസ്ട്രക്ഷൻസിനെയും എന്ത് ചെയ്യും? ആക്സസ് ചെയ്തു. ഈ മീൻസ് എൻ്റർ ചെയ്തു. ഈ എൻ്റർ ചെയ്ത ഡാറ്റയും ഇൻസ്ട്രക്ഷൻസിനെയും ഒരു പ്ലേസിൽ സ്റ്റോർ ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് സ്റ്റോറേജ് ഡിവൈസസ് ഉപയോഗിക്കാം. ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് സ്റ്റോറിങ് എന്ന് പറഞ്ഞത്. അപ്പോൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴാണോ ആ പ്രോഗ്രാം അല്ലെങ്കിൽ ആ ഡാറ്റ ആവശ്യമുള്ളത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അവിടുന്ന് ആക്സസ് ചെയ്യാം. അതൊരു പ്രോഗ്രാം ആണെങ്കിൽ പ്രോഗ്രാമിനെ എന്താണ് നമുക്ക് റൺ ചെയ്യാൻ പറ്റും. ഓക്കെ. ദെൻ പ്രോസസ്സിങ്. എന്താണ് പ്രോസസ്സിങ്? പ്രോസസ്സിങ് മീൻസ് പെർഫോമിങ് അരിത്തമെറ്റിക് ഓപ്പറേഷൻ. എന്തൊക്കെയാണ്? അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, സബ്ട്രാക്ഷൻ, ഈ ഓപ്പറേഷൻസൊക്കെ ചെയ്യുന്നതാവാം. ഇല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻസ് ചെയ്യുന്നതാവാം. പ്രോസസ്സിങ് മീൻസ് എന്താണ്? ലോജിക്കൽ ഓപ്പറേഷൻസ് ചെയ്യുന്നതാവാം. അതായത് ഡിസിഷൻ മേക്കിംഗ് ആവാം. അതായത് ഈക്വൽ ടു 2 നമ്പേഴ്സ് ഈക്വൽ ആണോ ചെക്ക് ചെയ്യാം, ലെസ് ദാൻ ആണോ ഗ്രേറ്റർ ദാൻ ആണോ, അങ്ങനെയുള്ള ലോജിക്കൽ ഓപ്പറേഷൻസും നമുക്ക് നടത്താം ആണല്ലോ. ഇതൊക്കെ എന്തിനാണ്
നടത്തുന്നത് ടു കൺവേർട്ട് റോ ഡാറ്റ ഇൻ ടു യൂസ്ഫുൾ ഇൻഫർമേഷൻ. ഡാറ്റയെ ഒരു ഇൻഫർമേഷനായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആണല്ലോ. ദെൻ ഔട്ട്പുട്ടിങ് എന്തായിരിക്കും? ഔട്ട്പുട്ടിങ് എന്നാൽ എന്തായിരിക്കും? ഔട്ട്പുട്ടിങ് മീൻസ് എന്താ? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് യൂസ്ഫുൾ ഇൻഫർമേഷൻ ഓർ റിസൾട്ട് ഫോർ എ യൂസർ സച്ച് ആസ് പ്രിൻറ്റഡ് റിപ്പോർട്ട് ഓർ വിഷ്വൽ ഡിസ്പ്ലേ ആണല്ലോ. നമ്മൾ പ്രോസസ്സിങ് നടത്തി റോ ഡാറ്റേനെ നമ്മളൊരു യൂസ്ഫുൾ ഇൻഫർമേഷനായിട്ട് കൺവേർട്ട് ചെയ്ത് വെച്ചു. അങ്ങനെയാണെങ്കിൽ കൺവേർട്ട് ചെയ്ത് വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, അതെന്ത് ചെയ്യണം? അത് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യണം? ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കണം ആണല്ലോ. അല്ലെങ്കിൽ അതൊരു റിപ്പോർട്ടായിട്ട് പ്രിൻറ്റ് ചെയ്ത് കൊടുക്കണം. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഔട്ട്പുട്ടിംഗ് എന്ന് പറയുന്നത്. ദെൻ കൺട്രോളിങ് ആണല്ലോ. കൺട്രോളിങ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇതേപോലെ ഇൻപുട്ടിങ്ങും ഔട്ട്പുട്ടിങ് പ്രോസസ്സിങ് സ്റ്റോറിങ് എല്ലാം ഉണ്ടെങ്കിൽ പോലും ഈ എല്ലാ പ്രോസസ്സിനെയും നമുക്ക് എന്താണ്? ഒരു കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആൾ വേണം ആണല്ലോ. അതാണ് കൺട്രോളിങ് ചെയ്യുന്നത്. അപ്പോൾ കൺട്രോളിങ് ചെയ്യാൻ കൺട്രോളിങ് എന്താണ്? ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ബേസിക് ഫങ്ഷനാണ് ആണല്ലോ. ഡയറക്റ്റിംഗ് ദ മാനർ ആൻഡ് സീക്വൻസ് ഇൻ വിച്ച് അബോവ് ഓപ്പറേഷൻസ് ആർ പെർഫോംഡ് ആസ് കൺട്രോളിങ് ഇസ് നോൺ ആസ് എന്താണ്? കൺട്രോളിങ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇസ് നോൺ ആസ് കൺട്രോളിങ്. അപ്പോൾ ഈ 5 ഫങ്ഷൻസും ഓർത്ത് വെക്കുക. വേണമെങ്കിൽ ചോദിച്ചേക്കാം, വാട്ട് ആർ 5 ബേസിക് ഫങ്ഷൻസ് ഓഫ് കമ്പ്യൂട്ടർ? എന്തൊക്കെയാണ്? ഇൻപുട്ടിങ്, സ്റ്റോറിങ്, പ്രോസസ്സിങ്, ഔട്ട്പുട്ടിങ് ആൻഡ് കൺട്രോളിങ്. ഓക്കെ, നമുക്ക് പറയാം ഇൻറ്റേർണൽ ആർക്കിടെക്ചർ ഓഫ് കമ്പ്യൂട്ടർ ഡിഫേഴ്സ് ഫ്രം വൺ സിസ്റ്റം മോഡൽ ടു അനദർ. ഇൻറ്റേർണൽ ആർക്കിടെക്ചറിൽ ചെറിയ ഡിഫറൻസ് ഒക്കെ വരാം, പക്ഷേ ദ ബേസിക് ഓർഗനൈസേഷൻ റിമൈൻസ് ഫോർ ഓൾ ദ കമ്പ്യൂട്ടർ സിസ്റ്റം. പക്ഷേ അതിൻ്റെ ബേസിക് ഓർഗനൈസേഷൻ, കമ്പ്യൂട്ടറിൻ്റെ ഓർഗനൈസേഷനിൽ യാതൊരു ചേഞ്ചസ് ഉണ്ടാവില്ല. അത് അറേഞ്ച് ചെയ്ത രീതിയിൽ മാത്രം, ആർക്കിടെക്ചറിൽ മാത്രമേ നമുക്ക് എന്ത് കാണുള്ളൂ? ഡിഫറൻസ് കാണുള്ളൂ. പക്ഷേ ഓർഗനൈസേഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും ആണല്ലോ. ഫിഗർ 2.1 ഷോസ് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ബേസിക് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ. താഴെ നമുക്കൊരു ഫിഗർ ഉണ്ട്. ആ ഫിഗർ എന്തിനെ ഡിനോട്ട് ചെയ്തേക്കുന്നത്? ബേസിക് ബ്ലോക്ക് ഡയഗ്രാം, ഒരു കമ്പ്യൂട്ടറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാമാണ് ആണല്ലോ. കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ്റെ ബ്ലോക്ക് ഡയഗ്രാമാണ്. ഇൻ ദിസ് ഫിഗർ സോളിഡ് ലൈൻ ഇൻഡിക്കേറ്റ്സ് ഫ്ലോ ഓഫ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡാറ്റ. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് സോളിഡ് ലൈൻ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? അത് ഫ്ലോ ഓഫ് ഇൻസ്ട്രക്ഷൻ, ഡാറ്റയും ഇൻസ്ട്രക്ഷൻസിനെയും ഫ്ലോനെയാണ് ഡിനോട്ട് ചെയ്തേക്കുന്നത്. ഡാറ്റ ഇൻസ്ട്രക്ഷൻസ് വൺ യൂണിറ്റിൽ നിന്ന് അനദർ യൂണിറ്റിലേക്ക് ഫ്ലോ ചെയ്യുന്നതാണ് കാണിച്ചേക്കുന്നത്. ഓക്കെ, ദെൻ ഡോട്ടഡ് ലൈൻ റെപ്രസെൻറ്റ് കൺട്രോൾ. ഡോട്ടഡ് ലൈൻ റെപ്രസെൻറ്റ്സ് കൺട്രോൾ എക്സസൈസ്ഡ് ബൈ കൺട്രോൾ യൂണിറ്റ്. ഡോട്ടഡ് ലൈൻ എവിടെ കണ്ടോ അതെന്തായിരിക്കും? കൺട്രോൾ സിഗ്നൽസ് ആയിരിക്കും. എന്താ പറയുക? ഡിഫറെൻറ്റ് യൂണിറ്റിനെ തമ്മിൽ കോർഡിനേറ്റ് ചെയ്യാനുള്ള കൺട്രോൾ ഇൻഫർമേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ കൺട്രോൾ ഇൻഫർമേഷൻ ആയിരിക്കും അത് ഡിനോട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം? ആ 5 യൂണിറ്റ്സ് ഏതൊക്കെയാണ്? 5 യൂണിറ്റ്സ് ഉണ്ട് തവണയ്ക്ക്. 5 യൂണിറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഒന്ന് ഇൻപുട്ട് യൂണിറ്റാണ്. ദെൻ നമുക്ക് എന്തുണ്ട്? ഔട്ട്പുട്ട് യൂണിറ്റ് ഉണ്ട്. ഇതാണ് സ്റ്റോറേജ് യൂണിറ്റ്, ഇതാണ് കൺട്രോൾ യൂണിറ്റ്, ഇതാണ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. അങ്ങനെ 5 യൂണിറ്റ് നമുക്കുണ്ട്. 5 യൂണിറ്റും നോക്കുക. അതിൽ ആരോ മാർക്സ് നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയേ. ആരോ മാർക്സ് ഇതെല്ലാം സോളിഡ് ലൈനാണ് അല്ലേ. അപ്പോൾ എന്തായിരിക്കും? ഡാറ്റയുടെ ഇൻഫർമേഷൻസിൻ്റെയും ഫ്ലോനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് ആണല്ലോ. അപ്പോൾ പ്രോഗ്രാം ആൻഡ് ഡാറ്റ ഔട്ട്സൈഡ് വേർഡിന് ഇൻപുട്ട് യൂണിറ്റ് വഴി നമുക്ക് എന്താണ്? സ്റ്റോറേജ് യൂണിറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റോറേജ് യൂണിറ്റിന് നമുക്ക് ഔട്ട്പുട്ട് യൂണിറ്റിലേക്ക് കൊടുത്തേക്കുന്നത്. അത് നമുക്ക് എന്താണ്? ഹ്യൂമൻസിനോ മറ്റുള്ള ആർക്ക് വേണമെങ്കിൽ ഇത് സിസ്റ്റം യൂസ് ചെയ്യുന്ന എന്തൊരു ഡിവൈസസ് ആവാം, അല്ലെങ്കിൽ ഹ്യൂമൻസ് ആവാം, അവർക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടി ഔട്ട്പുട്ട് യൂണിറ്റ് യൂസ് ചെയ്യാം ആണല്ലോ. അപ്പം മെയിൻ സ്റ്റോറേജ് യൂണിറ്റ് 2 ടൈപ്പ് സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ട്. പ്രൈമറി സ്റ്റോറേജ് യൂണിറ്റും സെക്കൻഡറി സ്റ്റോറേജ് യൂണിറ്റും. അല്ലാതെ കുറേ മെമ്മറീസ് ഉണ്ട് കേട്ടോ, അതിനെപ്പറ്റി നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ദെൻ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റാണ് ഈ കംപ്ലീറ്റ് യൂണിറ്റ് കാണുന്നത്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൽ 2 യൂണിറ്റ് ഉണ്ടായിരിക്കും. കൺട്രോൾ യൂണിറ്റ് ഉണ്ടായിരിക്കും, ALU പറഞ്ഞ യൂണിറ്റ്. ALU മീൻസ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്സ് ഉണ്ടായിരിക്കും ആണല്ലോ. ഇതിൽ ഓക്കെ, ഇതൊക്കെ ഡോട്ടൽ ലൈനാണ് ഇതെല്ലാം. ഓക്കെ, അതെന്താണ്? കൺട്രോൾ ഫ്ലോനെയാണ് ഡിനോട്ട് ചെയ്തേക്കുന്നത്. സോ ഈ ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിച്ച് വെച്ചേക്കണം. ദെൻ ഓരോ യൂണിറ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഇൻപുട്ട് യൂണിറ്റ്. എന്തിനായിരിക്കും ഇൻപുട്ട് യൂണിറ്റ് യൂസ് ചെയ്യുന്നത്?
data and instruction must enter a computer system before the computer can perform any computation on supplied data. ആണല്ലോ, നമ്മൾ ആദ്യം ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും നമ്മൾ എന്ത് ചെയ്യണം, കമ്പ്യൂട്ടറിലേക്ക് എൻ്റർ ചെയ്യണം. ആണല്ലോ, അതിനുവേണ്ടി നമുക്ക് ഇൻപുട്ട് യൂണിറ്റ് യൂസ് ചെയ്യാം. ഇൻപുട്ട് യൂണിറ്റ് ദാറ്റ് ലിങ്ക്സ് എ കമ്പ്യൂട്ടർ വിത്ത് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. നമ്മൾ ഇൻപുട്ട് യൂണിറ്റ് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റുമായിട്ട് എന്താണ് ബന്ധിപ്പിക്കും. ആണല്ലോ, the data and instruction enter in a computer through input unit in a form that depend upon input devices used. ആണല്ലോ, അപ്പോൾ ഇൻപുട്ട് യൂണിറ്റിലേക്ക് ഒരു ഡാറ്റ എൻ്റർ ചെയ്യുന്നത് ആ ഇൻപുട്ട് യൂണിറ്റിൻ്റെ ബിഹേവിയർ അനുസരിച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ആയിരിക്കും. ഓക്കെ, നമ്മൾ കീബോർഡിലൂടെ ഡാറ്റ എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഒരു നമ്മളൊരു ക്യാരക്ടർ റിസീവ് ചെയ്യും, അതിനെ സ്റ്റോർ ചെയ്ത് വെക്കും, മീൻസ് ജസ്റ്റ് അതിനെ റിസീവ് ചെയ്യും. പക്ഷെ നമ്മളൊരു സ്കാനർ ഉപയോഗിച്ചിട്ടാണ് ഒരു ഡാറ്റ റീഡ് ചെയ്യുന്നത്. സ്കാനർ എന്ന് പറയുന്നത് നിങ്ങളിപ്പം ഒരു ATM യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സ്കാനർ ഉണ്ടാകും, അതിലേക്ക് ATM കാർഡ് റീഡ് ചെയ്യാനുള്ള ഒരു സ്കാനർ ഉണ്ടായിരിക്കും. ആണല്ലോ, അങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റാസിനായിരിക്കും അത് റിസീവ് ചെയ്യുന്നുണ്ടാവും. ആണല്ലോ, however, computer's memory is designed to accept input in binary code. Hence, all input device must transform input signals to binary code. പക്ഷേ നമുക്ക് ഇത് റീഡ് ചെയ്യുന്നത് വേറെ ഏതെങ്കിലും ഫോർമാറ്റിലായിരിക്കാം. പക്ഷേ നമ്മളെ കമ്പ്യൂട്ടർ എന്തിനു മാത്രം ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൂ, ബൈനറി കോഡിനെ മാത്രം ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഏത് ഫോർമാറ്റിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസീവ് ചെയ്യാം, മീൻസ് എൻ്റർ ചെയ്യാം. പക്ഷേ നമ്മളത് കമ്പ്യൂട്ടറിലേക്ക് സപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അതെന്തായിരിക്കണം, ബൈനറി കോഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. ബൈനറി കോഡിലേക്ക് എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ബൈനറി സിഗ്നൽസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം. ആണല്ലോ, അപ്പോൾ ഈ ഒരു ഡ്യൂട്ടി പെർഫോം ചെയ്യുന്നത് ഇൻപുട്ട് ഡിവൈസസിലുള്ള അല്ലെങ്കിൽ ഇൻപുട്ട് യൂണിറ്റിലുള്ള ഇൻപുട്ട് ഇൻ്റർഫേസസ് ആയിരിക്കും. എന്താണ്, ഇൻപുട്ട് ഇൻ്റർഫേസസ് ആണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. എന്തിനെ, നമ്മൾ റോ ഡാറ്റാനെ ബൈനറി കോഡായിട്ട് കൺവേർട്ട് ചെയ്തേക്കുന്നത്. ഇൻപുട്ട് ഇൻ്റർഫേസസ് മാച്ച് ദ യുണീക്ക് ഫിസിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഇൻപുട്ട് ഡിവൈസസ് ടു ദി റിക്വയർമെൻറ്റ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം. ഇൻ ഷോർട്ട്, ഇൻപുട്ട് യൂണിറ്റ് പെർഫോം ദ ഫോളോയിങ് ഫങ്ഷൻസ്. എന്തൊക്കെയാണ് ഫങ്ഷൻസാണ് ഇൻപുട്ട് യൂണിറ്റ് ചെയ്യുന്നത് നോക്കാം. എന്തൊക്കെ ഫങ്ഷൻസാണ് ചെയ്യുന്നത്? ഒന്ന്, ഇറ്റ് ആക്സെപ്റ്റ്സ് ഓർ റീഡ് ഇൻസ്ട്രക്ഷൻസ്. എന്താണ്, ഇറ്റ് റീഡ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡാറ്റ ഫ്രം ദി ഔട്ട്സൈഡ് വേൾഡ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, അത് ഡാറ്റയും ഇൻസ്ട്രക്ഷൻസിനെയും ഔട്ട്സൈഡ് വേൾഡിൽ നിന്ന് റിസീവ് ചെയ്യും. ഇറ്റ് കൺവേർട്ട് ദീസ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡാറ്റ ഇൻ കമ്പ്യൂട്ടർ ആക്സെപ്റ്റബിൾ ഫോം. യൂണിറ്റ് കോൾഡ് ഇൻപുട്ട് ഇൻ്റർഫേസസ് അക്കംപ്ലിഷ് ദിസ് ടാസ്ക്. ആണല്ലോ, പിന്നെ ഒരു കാര്യം ചെയ്തു, അപ്പോൾ ഇത് ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്തു, റീഡ് ചെയ്തു. ഇനി ആ റീഡ് ചെയ്ത ഡാറ്റയും ഇൻസ്ട്രക്ഷൻസിനെയും നമ്മൾ എന്താക്കി കൺവേർട്ട് ചെയ്തു, കമ്പ്യൂട്ടർ ആക്സെപ്റ്റബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. ആരാ ചെയ്യുന്നത്? ഇൻപുട്ട് ഇൻ്റർഫേസസ്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇറ്റ് സപ്ലൈസ് ദ കൺവേർട്ടഡ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡാറ്റ ടു ദി സ്റ്റോറേജ് യൂണിറ്റ് ഫോർ സ്റ്റോറിങ് ആൻഡ് ഫർദർ പ്രോസസ്സിങ്. എന്ത് ചെയ്തു, പിന്നെ ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. നമ്മൾക്കിങ്ങനെ കൺവേർട്ട് ചെയ്ത ഡാറ്റയെ ആർക്ക് സപ്ലൈ ചെയ്ത് കൊടുക്കും? സ്റ്റോറേജ് യൂണിറ്റിന് സപ്ലൈ ചെയ്ത് കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഡ്യൂട്ടിയും കൂടി, അങ്ങനെ 3 ഡ്യൂട്ടീസ് നമ്മൾ ഇൻപുട്ട് യൂണിറ്റ് ചെയ്യുന്നുണ്ട്. അത് മാത്രം ഓർത്ത് വെക്കുക കേട്ടോ, ഇൻപുട്ട് യൂണിറ്റിൻ്റെ ഡ്യൂട്ടീസ് എന്താണെന്നുള്ളത്. അതേപോലെ നമുക്ക് ഔട്ട്പുട്ട് യൂണിറ്റ് ഇതിൻ്റെ നേരെ റിവേഴ്സ് ഓപ്പറേഷൻ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എന്താണെന്നുള്ള ആ ഓപ്പറേഷൻ മാത്രം ഞാൻ പറഞ്ഞു നിർത്താം. എന്തൊക്കെയായിരിക്കും? ഇറ്റ് ആക്സെപ്റ്റ് ദ പ്രൊഡ്യൂസ്ഡ് റിസൾട്ട്സ് വിച്ച് ആർ ഇൻ ദി കോഡഡ് ഫോം. വി കനോട്ട് അണ്ടർസ്റ്റാൻഡ് ദ കോഡഡ് റിസൾട്ട് ഈസിലി. എവിടെ നിന്നാണ്? അപ്പോൾ നമുക്കൊരു പ്രോസസ്സിങ് നടന്നു കഴിഞ്ഞാൽ, നമ്മൾ റോ ഡാറ്റ ഇൻപുട്ട് യൂണിറ്റ് കൊടുത്തു, അതിനെ നമ്മളെന്താണ് പ്രോസസ്സിങ് എല്ലാം നടത്തി ഒരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത് ആണ് ഒരു ഡ്യൂട്ടി. അത് ഔട്ട്പുട്ട് യൂണിറ്റ് എന്ത് ചെയ്യും? ആ പ്രോസസ്സ് ചെയ്ത ഡാറ്റയെ ആക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, ആൻഡ് ടു കൺവേർട്ട് ദീസ് കോഡഡ് റിസൾട്ട് ഇൻ ടു ഹ്യൂമൻ ആക്സെപ്റ്റബിൾ ഫോം. ആണല്ലോ, ഈ റിസൾട്ട് എപ്പോഴും എന്തായിരിക്കും? ബൈനറി ഫോർമാറ്റിലായിരിക്കും. ഈ ബൈനറി ഫോർമാറ്റിൽ നിന്ന് അല്ലെങ്കിൽ ആ കോഡഡ് ഫോർമാറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന, ഹ്യൂമൻസിന് മനസ്സിലാവുന്ന രീതിയിൽ കൺവേർട്ട് ചെയ്യണം. ആണല്ലോ,
കൺവേർട്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ 2 നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്തു, നമുക്കൊരു റിസൾട്ട് കിട്ടി. ഫോർ എക്സാമ്പിൾ 100 എന്നുള്ള റിസൾട്ട് കിട്ടി. 100 ബൈനറി ഫോർമാറ്റിൽ കിട്ടിയിട്ട് നമുക്ക് കാണില്ല, അത് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടായിരിക്കും, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല റിസൾട്ട് എന്താ. സോ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലാണ് അത് ഡിസ്പ്ലേ ചെയ്ത് വരുന്നതെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലായി. സോ ആ ഒരു കൺവേർഷൻ നടത്തുന്നത് ആരാണ്? ഔട്ട്പുട്ട് യൂണിറ്റാണ്. ആ ഔട്ട്പുട്ട് യൂണിറ്റിലെ ഔട്ട്പുട്ട് ഇൻ്റർഫേസസ് ആണ് ആ കാര്യം ചെയ്യുന്നത്. ഔട്ട്പുട്ട് ഇൻ്റർഫേസസ് ആണ് ആ കാര്യം ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് സപ്ലൈസ് ദ കൺവേർട്ടഡ് റിസൾട്ട് ടു ഔട്ട്സൈഡ് വേൾഡ് ആണല്ലോ. പിന്നെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട് ആണല്ലോ. അത് ചിലപ്പോൾ എന്താണ് മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യാം, അല്ലെങ്കിൽ ഒരു പ്രിൻ്റർ ഉപയോഗിച്ചിട്ട് പ്രിൻ്റ് ചെയ്യുന്നതാവാം, അങ്ങനെ നമുക്ക് എന്ത് രീതിയിലും ആവാം. ഓക്കെ, ദെൻ സ്റ്റോറേജ് യൂണിറ്റ് മൂന്നാമത്തെ യൂണിറ്റാണ്. അപ്പോൾ നമുക്ക് 2 ഫങ്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒന്ന് ഫസ്റ്റ് ഫങ്ഷൻ ഇൻപുട്ടിങ് കഴിഞ്ഞു, ദെൻ ഔട്ട്പുട്ടിങ് കഴിഞ്ഞു. ഇനി സ്റ്റോറേജ് ഫങ്ഷൻ അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ട് ആണല്ലോ. സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ സ്റ്റോറേജ് യൂണിറ്റ് എന്തിനാണ്? ഡാറ്റാസിനെയും ഇൻസ്ട്രക്ഷനെയും സേവ് ചെയ്ത് വെക്കാൻ, നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ സ്റ്റോറേജ് യൂണിറ്റ് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് റിസൾട്ടിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോസസ്സിങ് നടക്കുകയാണ്, ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആ പ്രോഗ്രാം കുറേ ഇൻ്റർമീഡിയറ്റ് റിസൾട്ട് ചിലപ്പം പ്രൊഡ്യൂസ് ചെയ്തേക്കാം. ആ ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ നമുക്ക് എന്തുവാ സ്റ്റോറേജ് യൂണിറ്റ് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ എന്താണ്, നമ്മൾ ഫൈനൽ ഔട്ട്പുട്ടിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ നമ്മളെ സ്റ്റോറേജ് യൂണിറ്റ് യൂസ് ചെയ്യാം ആണല്ലോ. ഇൻ ഷോർട്ട്, സ്റ്റോറേജ് യൂണിറ്റ് ഹോൾഡ് ഓർ സ്റ്റോർസ് എന്തൊക്കെയാണ്? ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ റിക്വയർഡ് ഫോർ പ്രോസസ്സിങ്. നമ്മൾ പ്രോസസ്സിങ്ങിന് വേണ്ട ഡാറ്റയും ഇൻസ്ട്രക്ഷനെയും സ്റ്റോർ ചെയ്ത് വെക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. അത് എപ്പോഴും സപ്ലൈ ചെയ്യുന്ന ആരായിരിക്കും? മിക്ക കേസും സപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് യൂണിറ്റ് ആയിരിക്കും. ദെൻ ഇൻ്റർമീഡിയറ്റ് റിസൾട്ടിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ നമുക്ക് യൂസ് ചെയ്യാം. ഇൻ്റർമീഡിയറ്റ് റിസൾട്ട് പറഞ്ഞാൽ അത് ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക? ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പം ഒരു ഇൻ്റർമീഡിയറ്റ് റിസൾട്ട് വന്നേക്കാം. ദെൻ ഫൈനൽ റിസൾട്ട് ഓഫ് ദി പ്രോസസ്സിങ്, അത് സ്റ്റോർ ചെയ്ത് വെക്കാനും ഓൾറെഡി ഡിസ്കസ് ചെയ്താൽ അല്ലേ. അത് എന്താണ്? ബിഫോർ ദി സിസ്റ്റം റിലീസസ് ദം ടു ദി ഔട്ട്പുട്ട് യൂണിറ്റ് ആണല്ലോ. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഫൈനൽ റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റോർ ചെയ്ത് വെക്കാം. ഇനി സ്റ്റോറേജ് ഡിവൈസസ് 2 ടൈപ്പ് ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു. പ്രൈമറി സ്റ്റോറേജ് ഡിവൈസസും സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ് മാത്രമല്ല, പ്രൈമറി സ്റ്റോറേജ് യൂണിറ്റും സെക്കൻഡറി സ്റ്റോറേജ് യൂണിറ്റും ഡിവൈസസിനെ പറ്റിയില്ല നമ്മൾ ഇവിടെ പറയുന്നത്. ഓക്കെ, പ്രൈമറി സ്റ്റോറേജ് യൂണിറ്റും സെക്കൻഡറി സ്റ്റോറേജ് യൂണിറ്റ്. എന്താണ് പ്രൈമറി സ്റ്റോറേജ്? ഓക്കെ, പ്രൈമറി സ്റ്റോറേജ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം ഈസ് നോൺ ആസ് മെയിൻ മെമ്മറി. അപ്പോൾ ഓർത്തിരിക്കേണ്ടത് പ്രൈമറി സ്റ്റോറേജ് എന്താണോ വേറൊരു പേരും കൂടി ഉണ്ട്, എന്താണ്? മെയിൻ മെമ്മറി എന്നുള്ളൊരു പേരും കൂടി ഉണ്ട് ആണല്ലോ. മെയിൻ മെമ്മറി ഓർത്ത് വെക്കട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? ഇറ്റ് സ്റ്റോർ ദ പീസസ് ഓഫ് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡാറ്റ, ഇൻ്റർമീഡിയറ്റ് റിസൾട്ട് ഓഫ് പ്രോസസ്സിങ് ആൻഡ് റീസെൻ്റ്ലി പ്രൊഡ്യൂസ് റിസൾട്ട് ഓഫ് ദോസ് ജോബ്സ് ആണല്ലോ. അത് സെയിം സ്റ്റോറേജ് യൂണിറ്റിന് അതേ പർപ്പസ് തന്നെയാണ്. പക്ഷേ എന്താണ്, ഈ പ്രൈമറി സ്റ്റോറേജ് യൂണിറ്റിൻ്റെ സൈസ് വളരെ ചെറുതായതുകൊണ്ട് നമ്മൾ എല്ലാ പ്രോഗ്രാമും ആ കംപ്ലീറ്റ് പ്രോഗ്രാം ചിലപ്പം അതിലേക്ക് ലോഡ് ചെയ്യണം, സ്റ്റോർ ചെയ്യണമെന്നില്ല. ഒരു പീസ് ഓഫ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും അവിടേക്ക് ലോഡ് ചെയ്യുന്നുണ്ടാവും. അതിലൊരു 100 ലൈൻസ് ഉണ്ടെങ്കിൽ ഒരു 10 ലൈൻസൊക്കെയാണ് അറ്റ് എ ടൈം ചിലപ്പം ലോഡ് ചെയ്തിട്ടുണ്ടാവുക. അതിന് ആ പ്രോസസ്സിങ്ങിന് ആവശ്യമുള്ള ഡാറ്റാസ് നമുക്ക് എന്തെങ്കിലും സേവ് ചെയ്യിക്കാം, ഇൻ്റർമീഡിയറ്റ് റിസൾട്ട് സേവ് ചെയ്യാം, അല്ലെങ്കിൽ ഫൈനൽ റിസൾട്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പ്രൈമറി സ്റ്റോറേജ് യൂണിറ്റ് യൂസ് ചെയ്യും. പിന്നെ ഇതിന് ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈമറി സ്റ്റോറേജ് അല്ലെങ്കിൽ മെയിൻ മെമ്മറി അല്ലെങ്കിൽ പ്രൈമറി സ്റ്റോറേജ് യൂണിറ്റ് ആയിരിക്കും നമ്മളെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിലുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക. അതായത് പ്രോസസ്സർ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാൽ പ്രോസസ്സറുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉള്ളത് ആർക്കായിരിക്കും? മെയിൻ മെമ്മറിക്കായിരിക്കും. മെയിൻ മെമ്മറി ആരായിട്ട്? പ്രോസസ്സറുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. സോ പ്രോസസ്സർ പറഞ്ഞാൽ ഒരു ഹൈ സ്പീഡ് ഡിവൈസാണ്. വെരി ഫാസ്റ്റായിട്ട് നമ്മളെന്താണ് ഇൻസ്ട്രക്ഷൻസിനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡിവൈസാണ് പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ. സോ ആ പ്രോസസ്സറിൻ്റെ സ്പീഡുമായിട്ട് കോമ്പാക്റ്റബിൾ ആവണം എന്ത്? മെയിൻ മെമ്മറിയെ സ്പീഡാണ്. അപ്പോൾ മെയിൻ മെമ്മറി എന്തായിരിക്കും? ഒരു ഹൈ സ്പീഡ് മെമ്മറി ആയിരിക്കും. മെയിൻ മെമ്മറി എന്തായിരിക്കും? ഒരു ഹൈ സ്പീഡ് മെമ്മറി ആയിരിക്കും. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? പ്രോസസ്സർ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കും അടുത്ത ഇൻസ്ട്രക്ഷൻ മെമ്മറി തരുന്നവരെ. സോ ആ ഒരു എന്താ പറയുക മിസ്മാച്ച് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോസസ്സറിൻ്റെ ഏകദേശം അതിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള സ്പീഡുള്ള മെമ്മറി ആയിരിക്കും മെയിൻ മെമ്മറി പറഞ്ഞിട്ടുണ്ട്. മെയിൻ മെമ്മറി സ്മോൾ ആയിരിക്കും, പക്ഷേ എന്താണ്? ഹൈ സ്പീഡ് ഡിവൈസ് ആയിരിക്കും. ഹൈ സ്പീഡ് ഡിവൈസസ് ആയിരിക്കും.
ഇല്ലെങ്കിൽ എന്നുള്ള പ്രശ്നം എന്താണ്, എഫിഷ്യൻസി കുറയും അല്ലെങ്കിൽ ത്രൂപുട്ട് കുറയും. അതായത് പ്രോസസ്സർ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തു, പ്രോസസ്സർ ഒരു ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടാവും, ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. അടുത്ത ഇൻസ്ട്രക്ഷൻ കിട്ടാൻ വേണ്ടി ഇത് സ്ലോ ആയതുകൊണ്ട് കുറേ ടൈം എടുക്കും. അതുവരെ പ്രോസസ്സർ എന്താണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ കിട്ടിയ ഉടനെ തന്നെ പ്രോസസ്സർ അത് പ്രോസസ്സ് ചെയ്ത് അവിടെ പിന്നെയും വെയിറ്റിംഗ് സ്റ്റേറ്റിൽ വരും. എന്തുകൊണ്ടാണ്, അടുത്ത ഇൻസ്ട്രക്ഷൻ ഇവിടുന്ന് കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോസസ്സറിന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എല്ലാ ഇൻസ്ട്രക്ഷൻസിനെയും ഡാറ്റയും സപ്ലൈ ചെയ്യുന്ന ആരായിരിക്കും, മെമ്മറി ആയിരിക്കും. അത് ആർക്ക് കൊടുക്കണം, പ്രോസസ്സറിന് കിട്ടിയാൽ മാത്രമേ ആ പ്രോസസ്സർ എന്ത് ചെയ്യുള്ളൂ, അതിനെ പ്രോസസ്സ് ചെയ്ത് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് അത് എന്ത് ഇൻസ്ട്രക്ഷനാണോ ആ ജോബ് എക്സിക്യൂട്ട് ചെയ്യണം. സപ്പോസ് അത് 2 നമ്പേഴ്സ് ആഡ് ചെയ്യാനുള്ള ജോബാണെങ്കിൽ അത് പ്രോസസ്സർ അത് ആഡ് ചെയ്ത് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും അടുത്ത ഇൻസ്ട്രക്ഷൻ കിട്ടുന്നവരെ. സോ പ്രോസസ്സറായിട്ട് എന്താണ്, മൂന്നാമത്തെ പോലെ പ്രോസസ്സറായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ വരുന്ന ഒരു മെമ്മറിയാണ് എന്ത്, പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിനുള്ളൊരു ലിമിറ്റേഷനാണ്, ഇതൊരു വോളറ്റൈൽ മെമ്മറിയാണ്. എന്താണ്, ഒരു വോളറ്റൈൽ മെമ്മറിയാണ്. എന്താ വോളറ്റൈൽ മെമ്മറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ സ്വിച്ച് ഓഫ് ആണ്, സിസ്റ്റം സ്വിച്ച് ഓഫ് ആവുന്ന സമയത്ത്, പവർ സപ്ലൈ ഇല്ലാതാവുന്ന സമയത്ത് ഈ മെമ്മറിയിലുള്ള കണ്ടൻസ് എല്ലാം നമുക്ക് ഇല്ലാതാവും, മീൻസ് റിമൂവ് ആയിപ്പോവും. പവർ സപ്ലൈ ഉള്ള സമയത്ത് മാത്രമേ അതിന് സ്റ്റോറേജ് ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. ഇല്ലാത്ത സമയത്ത് അതെന്തായിരിക്കും, അത് നഷ്ടപ്പെട്ടു പോകും നമുക്ക് ഡാറ്റ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ ഈ മെമ്മറിയുടെ പറയുന്ന പേരാണ് വോളറ്റൈൽ മെമ്മറി. എന്തുകൊണ്ടാണ് പറഞ്ഞത്, ഇറ്റ് ലോസസ് ദ ഇൻഫർമേഷൻ ഇൻ ഇറ്റ് ആസ് സൂൺ ആസ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം സ്വിച്ച് ഓഫ് ഓർ റീസെറ്റ്. അതല്ല, റീസെറ്റ് ചെയ്യുകയും സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മെയിൻ മെമ്മറിയിലുള്ള എന്താണ് കണ്ടൻറ്റ് നമുക്ക് നഷ്ടപ്പെടും. Moreover, the primary storage normally has limited storage capacity because it is very expensive. നമ്മൾ പറഞ്ഞു അതൊരു വെരി എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കെന്താണ്, മെമ്മറിയുടെ കപ്പാസിറ്റി, സ്റ്റോറേജ് കപ്പാസിറ്റി എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. പിന്നെ ഇതൊരു വോളറ്റൈലായിരിക്കും. എന്താണ്, വോളറ്റൈൽ ആയതുകൊണ്ട് തന്നെ ഇത് നഷ്ടപ്പെടുകയും ചെയ്യും ആണല്ലോ. അപ്പോൾ കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്, അതേപോലെ തന്നെ അഡ്വാൻറ്റേജ് ഉണ്ട്. അഡ്വാൻറ്റേജ് എന്താണ്, ഇതൊരു ഹൈ സ്പീഡ് മെമ്മറിയാണ്. ഞാൻ പറഞ്ഞു പ്രോസസ്സറിൻ്റെ സ്പീഡുമായിട്ട് എന്താണ് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന അത്ര സ്പീഡ് ആർക്കുണ്ട്, പ്രൈമറി മെമ്മറിക്കുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ്, സ്മോൾ മെമ്മറി ആയിരിക്കും. എന്തുകൊണ്ടാണ്, ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെമ്മറിയാണ്. നമ്മൾ സാധാരണ പ്രൈമറി മെമ്മറി കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ സെമി കണ്ടക്ടർ ഡിവൈസസ് ആണ് യൂസ് ചെയ്യാറ്. അതുകൊണ്ടാണ് അത് കോസ്റ്റ്ലി ആയേക്കുന്നത്. ദെൻ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ് നമ്മളെ എന്താണ്, പ്രൈമറി മെമ്മറിയിൽ കുറച്ച് ഡിസഡ്വാൻറ്റേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ് ഉപയോഗിക്കുന്നത്. ഇതിന് വേറൊരു പേരും കൂടി പറയും, ഓക്സിലറി സ്റ്റോറേജ് ഡിവൈസസ്. എന്താണ് ഓക്സിലറി സ്റ്റോറേജ് ഡിവൈസസ്? അപ്പോൾ നോക്കിയേ, ഇതൊരു നോൺ വോളറ്റൈൽ മെമ്മറി. അപ്പോൾ ഓക്സിലറി സ്റ്റോറേജ് ഡിവൈസസ് എന്ന് പറയും. രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ ഓർത്തിക്കുന്നത് നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. അതായത് പവർ ഓഫ് ആയതാലും നമുക്ക് എന്താണ്, ഇതിലുള്ള കണ്ടൻറ്റ് നഷ്ടപ്പെടില്ല. ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഹാർഡ് ഡിസ്ക്, മാഗ്നറ്റിക് ഡിസ്ക്, അല്ലെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന, ലാപ്ടോപ്പിൽ ഉപയോഗിക്കുന്ന ഹാർഡ് ഡിസ്ക് ഇതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിളാണ്. എന്തുകൊണ്ടാണ്, നിങ്ങളെ ഫോട്ടോസ് ആണെങ്കിലും, നിങ്ങളുടെയൊക്കെ ഫോട്ടോസ് ആണെങ്കിലും, നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ആണ് ഒക്കെ നിങ്ങൾ സേവ് ചെയ്യും. ഒരു മൂവി നിങ്ങൾ ഡൗൺലോഡ് ചെയ്തേക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന മൂവിയാണെങ്കിൽ എല്ലാം നിങ്ങൾ സേവ് ചെയ്തേക്കുന്നത് എവിടെയാണ്, മെമ്മറി, റാമിലും റോമിലല്ല. എവിടെയാണ്, പ്രൈമറി മെമ്മറി ആണെങ്കിൽ അതിന് എക്സാമ്പിളാണ് റാമും റോമും കേട്ടോ, അത് ഓർത്തിക്കുക. റാമും റോമും, റീഡ് ഓൺലി മെമ്മറിയും റാൻഡം ആക്സസ് മെമ്മറി. ഇത് എന്തിന് എക്സാമ്പിളാണ്, പ്രൈമറി മെമ്മറിക്കാണ്. ഇവിടുത്തെ എക്സാമ്പിൾ ഹാർഡ് ഡിസ്കിലാണ് ഞാൻ നേരത്തെ പറഞ്ഞേക്കുന്നത്. ഫോട്ടോസ് ആണെങ്കിലും, നിങ്ങളെ മൂവീസ് ആണെങ്കിലും, നിങ്ങൾ ഡെവലപ്പ് ചെയ്ത പ്രോഗ്രാംസ് ആണെങ്കിലും എല്ലാം സേവ് ചെയ്തിരിക്കുന്നത് ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അത് വ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ്, സെക്കൻഡറി ഡിവൈസ് ആയിട്ടുള്ള ഹാർഡ് ഡിസ്ക് എന്നാണ് അത് എടുക്കുന്നത്. ഹാർഡ് ഡിസ്കിൽ നിന്ന് ഇവിടേക്ക് വരും വോളറ്റൈൽ മെമ്മറി ആയിട്ടുള്ള മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യും. മെയിൻ മെമ്മറിയിൽ നിന്നായിരിക്കും പ്രോസസ്സർ അത് എന്ത് ഓപ്പറേഷൻ എടുക്കും. സപ്പോസ് നിങ്ങളത് വ്യൂ ചെയ്യാൻ മാത്രമാണെങ്കിൽ നിങ്ങളൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് അതിനെ എന്താണ്, അത് വ്യൂ ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് വ്യൂ ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എവിടെയായിരിക്കും, സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസിലായിരിക്കും, ഹാർഡ് ഡിസ്ക് പോലുള്ള ഡിവൈസസിലായിരിക്കും. അപ്പോൾ അത് നോൺ വോളറ്റൈലാണ്. വേറൊരു കാര്യം പറയാനുള്ളത്, ഇത് ചീപ്പറായിരിക്കും. മീൻസ് കുറഞ്ഞ പൈസ കൊടുത്താൽ പോലും നമുക്ക് ഹ്യൂജ് സ്റ്റോറേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മെമ്മറി കപ്പാസിറ്റി, സ്റ്റോറേജ് കപ്പാസിറ്റി കൂടുതലാണ്. അതേപോലെ കുറച്ച് കമ്പയർ ടു മെയിൻ മെമ്മറി എന്തായിരിക്കും, കോസ്റ്റ് കുറവായിരിക്കും, ചീപ്പറായിരിക്കും. ഓക്കെ.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇതിനെപ്പറ്റിയെല്ലാം ഒരു ഷോർട്ട് നോട്ട് നിങ്ങൾ ഉണ്ടാക്കി വെക്കുക കേട്ടോ, ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വെക്കുക. ദെൻ അടുത്ത യൂണിറ്റാണ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. എന്തിനാണ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്? അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനും ലോജിക്കൽ ഓപ്പറേഷൻ, അതായത് ഡിസിഷൻ മേക്കിംഗ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെന്താണ് ഈ ALU യൂസ് ചെയ്യുന്നത് ആണല്ലോ. അത്ര തന്നെയുള്ളൂ കാര്യമായിട്ട് പറയാനുള്ളത്. ഡ്യൂറിങ് ദ പ്രോസസ്സിംഗ് ഓഫ് ദി ജോബ് ദ കമ്പ്യൂട്ടർ ട്രാൻസ്ഫേഴ്സ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ സ്റ്റോർഡ് ഇൻ പ്രൈമറി സ്റ്റോറേജ് ടു ALU ആസ് ആൻഡ് വെൻ നീഡഡ് ആണല്ലോ. ദെൻ അപ്പം ഓർത്ത് വെക്കുക, ALU മീൻസ് എന്താണ്? അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്, അതായത് അഡീഷൻ ആവാം, മൾട്ടിപ്ലിക്കേഷൻ ആവാം, ഡിവിഷൻ ആവാം, അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ആവാം, ഇതേപോലുള്ള ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ ഡിസിഷൻ മേക്കിംഗ് ഓപ്പറേഷൻസ് നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ALU യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ. പിന്നെ ALU നമ്മളൊരു സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ALU ആയിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. മീൻസ് കോംപ്ലക്സ് ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യാൻ പറ്റുന്ന ALU ആയിരിക്കും. അതേസമയത്ത് നമ്മളൊരു നെറ്റ് ബുക്ക് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്താ ബേസിക് ഓപ്പറേഷൻസ് നടത്താൻ പറ്റുന്ന ALU മതി ആണല്ലോ. അപ്പോൾ അത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് ALUയുടെ ഡിസൈനിലും ഒരുപാട് മാറ്റങ്ങൾ വരുത്തും. ദെൻ കൺട്രോൾ യൂണിറ്റ് ആണല്ലോ. ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞേക്കുന്ന പ്രോസസ്സിങ് ചെയ്യാൻ ALU നമ്മൾ ഉപയോഗിച്ചു. ഇൻപുട്ടിന് വേണ്ടി ഇൻപുട്ട് യൂണിറ്റ് യൂസ് ചെയ്തു, ഔട്ട്പുട്ടിന് വേണ്ടി ഔട്ട്പുട്ട് യൂണിറ്റ് യൂസ് ചെയ്തു, ദെൻ സ്റ്റോറേജിന് വേണ്ടിയിട്ട് സ്റ്റോറേജ് യൂണിറ്റ് യൂസ് ചെയ്തു ആണല്ലോ. ഇത്രയൊക്കെ യൂണിറ്റ്സ് നമുക്ക് ഉണ്ടെങ്കിൽ പോലും ഇതിനെല്ലാം ഇതിൻ്റെ ഫങ്ഷൻസിനെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ഒരു കൺട്രോൾ യൂണിറ്റ് വേണം ആണല്ലോ. കൺട്രോൾ യൂണിറ്റാണ് ഇതിനെല്ലാം കൺട്രോൾ ചെയ്ത് കോർഡിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് കൺട്രോൾ യൂണിറ്റിൻ്റെ ഫങ്ഷൻ. ഇനി എന്താണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്? നമ്മൾ കൺട്രോൾ യൂണിറ്റും അരിത്തമെറ്റിക് യൂണിറ്റും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ എന്തായി കൺസിഡർ ചെയ്തേക്കുന്നത്? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റായി CPU ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ CPU എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ കോമ്പിനേഷനാണ്? കൺട്രോൾ യൂണിറ്റിൻ്റെയും ALU അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിൻ്റെയും കോമ്പിനേഷനാണ് ആണല്ലോ. നമ്മളെ ഹ്യൂമൻ ബോഡിയുള്ള ഒരു ബ്രെയിനായിട്ട് നമുക്ക് എന്തിനെ കമ്പയർ ചെയ്യാൻ പറ്റും? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനെ കമ്പയർ ചെയ്യാൻ പറ്റും. അതായത് ബ്രെയിൻ എന്താ ചെയ്യുന്നത്? നമ്മൾ ഓരോ ആക്ടിവിറ്റിനെയും നമ്മൾ കൺട്രോൾ ചെയ്ത് കോർഡിനേറ്റ് ചെയ്യും ആണല്ലോ. അപ്പോൾ നമുക്ക് എന്തൊക്കെ ആക്ടിവിറ്റിയാണ് വേണ്ടതെന്നുള്ളത് ആദ്യം അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യും. സപ്പോസ് ഞാൻ എൻ്റെ കയ്യിൽ നിന്നൊരു പേന താഴ്ത്തു വന്നു വീണ് വെച്ചു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അത് എടുക്കാനുള്ള അപ്പോൾ ആ ഓപ്പറേഷൻസ് എന്താണ് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യും, അത് ഇൻ്റർപ്രറ്റ് ചെയ്യും, എന്നിട്ട് അത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മൾ അതിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും അല്ലേ. അതേപോലെ തന്നെയാണ് ഇവിടെയും കാര്യങ്ങൾ ചെയ്യുന്നത് ആണല്ലോ. ALU അതിനെല്ലാം ഇൻ്റർപ്രറ്റ് ചെയ്യും, അത് കൺട്രോൾ യൂണിറ്റ് അതിനെല്ലാം ഇൻ്റർപ്രറ്റ് ചെയ്യും. എന്നതിന് ശേഷം അത് ഏതൊക്കെ യൂണിറ്റിനാണോ ആക്ഷൻസ് പെർഫോം ചെയ്യുന്നത് ആ കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് പാസ് ചെയ്ത് കൊടുക്കും. ദെൻ ദ സിസ്റ്റം കൺസെപ്റ്റ്. എന്താണ് സിസ്റ്റം കൺസെപ്റ്റ് പറയുന്നത്? ഒന്ന് വായിച്ചോ. യു മൈറ്റ് ഹാവ് ഒബ്സർവ് ദാറ്റ് വി ഹാവ് ബീൻ റെഫറിങ് ടു എ കമ്പ്യൂട്ടർ ആസ് എ സിസ്റ്റം. നമ്മൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ സിസ്റ്റമായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുക? അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? ദിസ് ഈസ് ബിക്കോസ് എ സിസ്റ്റം ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഇൻറ്റഗ്രേറ്റഡ് പാർട്ട് ഹാവിങ് എ കോമൺ പർപ്പസ് ഓഫ് അച്ചീവിങ് സം ഒബ്ജക്റ്റീവ്. അതായത് നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റം പറഞ്ഞാൽ ഒരുപാട് കമ്പോണൻസിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും ആണല്ലോ. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു കോമൺ ടാസ്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻറ്റഗ്രേറ്റ് ചെയ്തേക്കുന്ന കുറേ പാർട്സ് ആയിരിക്കും ഒരു കമ്പ്യൂട്ടറിൽ ഉണ്ടാവുക ആണല്ലോ. ഹെൻസ് ദ സിസ്റ്റം ഹാസ് ദി ഫോളോയിങ് 3 ക്യാരക്ടേഴ്സ്. എന്താണ്? ഒരു സിസ്റ്റത്തിന് താഴെ പറയുന്ന 3 ക്യാരക്ടറിസ്റ്റിക്സ് വേണം. എന്താണ്? ഇറ്റ് ഹാസ് മോർ ദാൻ 1 എലമെൻറ്റ്. ഒന്നിൽ കൂടുതൽ എലമെൻറ്റ്സ് ഉണ്ടായിരിക്കണം. അതേപോലെ ഓൾ ഇറ്റ്സ് എലമെൻറ്റ്സ് ആർ റിലേറ്റഡ് ലോജിക്കലി. എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആയിരിക്കണം, ലോജിക്കലി റിലേറ്റഡ് ആയിരിക്കണം. ദെൻ ഓൾ ഇറ്റ്സ് എലമെൻറ്റ്സ് ആർ കൺട്രോൾഡ് ഇൻ എ മാനർ ടു അച്ചീവ് ദ സിസ്റ്റം ഗോൾ ആണല്ലോ. എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു യൂണിറ്റ് ഉണ്ടായിരിക്കണം. അതിലെന്തായിരിക്കണം? അതൊരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഇൻറ്റഗ്രേറ്റഡ് പാർട്സ് എല്ലാം വർക്ക് ചെയ്യുന്നത് ആണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്കെന്താണ്? വി ക്യാൻ കൺസിഡർ എ കമ്പ്യൂട്ടർ ആസ് എ കമ്പ്യൂട്ടർ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മൊഡ്യൂൾ 3 പാർട്ട് 1 നമുക്ക് പറയാനുള്ളത് കേട്ടോ. ഓക്കെ, നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം.